അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ രണ്ടാമത്തെ പാഠമായ റിഹ്ലത്തുൻ ഇലൽ മസ്ജിദിൽ അഖ്സ എന്നുള്ളതാണ് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. പദാനുപദം അർത്ഥങ്ങളും അത്യാവശ്യ വിശദീകരണങ്ങളും നൽകിക്കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ പാഠത്തിൽ നാം പഠിച്ചത് സുലാസി മുജറദിനെ സംബന്ധിച്ചാണ്. എന്താണ് സുലാസി മുജറദ് എന്നും അത് എത്ര ബാബുകളാണ് എന്നും ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് നാം പഠിച്ചു. ഈ പാഠത്തിൽ ഇൻഷാ അല്ലാഹ് സുലാസി മസീദ് ഫീഹിയെ സംബന്ധിച്ചാണ് പഠിക്കാനുള്ളത്. എന്താണ് സുലാസി മസീദ് ഫീഹി എന്നും സുലാസി മസീദ് ഫീഹി എത്ര ബാബുകളാണ് എന്നും ഇൻഷാ അല്ലാഹ് വളരെ വ്യക്തമായി ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാം. ഈ ക്ലാസ് കാണുന്നവരും കേൾക്കുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും പഠിതാക്കളിലേക്ക് ഇത് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുകയും എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. പാഠം 2 റിഹ്ലത്തുൻ ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ അഖ്സയിലേക്കൊരു യാത്ര. സുഹൈലുൻ ത്വാലിബുൻ മുജ്തഹിദുൻ. സുഹൈൽ ത്വാലിബുൻ ഒരു വിദ്യാർത്ഥിയാണ്. എങ്ങനത്തെ വിദ്യാർത്ഥിയാണ്? മുജ്തഹിദുൻ പരിശ്രമശാലിയായ, പരിശ്രമിക്കുന്നവനായ. അപ്പൊ സുഹൈൽ പരിശ്രമിക്കുന്നവനായ ഒരു വിദ്യാർത്ഥിയാണ്. വുലിദ അവൻ ജനിച്ചു. വനശഅ അവൻ ജീവിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ വളരുകയും ചെയ്തു. ഫീ കൈരാള കേരളത്തിൽ. അപ്പോ അവൻ കേരളത്തിൽ ജനിക്കുകയും അവിടെ വളരുകയും ചെയ്തു. തശവ്വഖ ഇലാ സിയാറത്തിൽ മസ്ജിദിൽ അഖ്സ. തശവ്വഖ അവൻ ആഗ്രഹിച്ചു. ഇലാ സിയാറത്തിൽ മസ്ജിദിൽ അഖ്സ മസ്ജിദുൽ അഖ്സ സന്ദർശിക്കാൻ ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല, ഫകല്ലമ അബാഹു അങ്ങനെ അവൻ അവന്റെ വാപ്പാനോട് സംസാരിച്ചു. അൻ റഗ്ബത്തിഹി അവന്റെ ആഗ്രഹത്തെ കുറിച്ച്. അപ്പൊ എന്താ പറഞ്ഞത്? മസ്ജിദുൽ അഖ്സ സന്ദർശിക്കാൻ അവന് അതിയായ ആഗ്രഹമുണ്ടായി, അവൻ അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ അവൻ തന്റെ ആഗ്രഹത്തെ കുറിച്ച് അവന്റെ പിതാവിനോട് സംസാരിച്ചു. ഫവാഫഖ അപ്പൊ അദ്ദേഹം സമ്മതിച്ചു, അതായത് പിതാവ് സമ്മതിച്ചു. അലർ റിഹ്ലതി ഇലൽ മസ്ജിദിൽ അഖ്സ മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര പോകാൻ. ഫീ അയ്യാമിൽ ഉത്ലതി അവധിക്കാലത്ത്. അങ്ങനെ അവധിക്കാലത്ത് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര പോകാൻ അദ്ദേഹം സമ്മതിച്ചു. പിന്നീട് സുഹൈൽ യാത്ര പോയി, അല്ലെങ്കിൽ യാത്ര ചെയ്തു. ഫീ അയ്യാമിൽ ഉത്ലതി അവധിക്കാലത്ത്. മഅ ഉസ്റതിഹി അവന്റെ കുടുംബത്തോടൊപ്പം. വവസല ഇലാ മദീനത്തിൽ ഖുദ്സി ഖുദ്സ് പട്ടണത്തിൽ അവൻ എത്തുകയും ചെയ്തു. അപ്പൊ എന്താ പറഞ്ഞത്? പിന്നീട് അവധിക്കാലത്ത് സുഹൈൽ തന്റെ കുടുംബത്തോടൊപ്പം യാത്ര പോവുകയും അല്ലെങ്കിൽ യാത്ര തിരിക്കുകയും ഖുദ്സ് നഗരത്തിൽ അവൻ എത്തിച്ചേരുകയും ചെയ്തു. ഫലമ്മാ അഖ്ബല അലൽ മസ്ജിദിൽ അഖ്സ അവൻ മസ്ജിദുൽ അഖ്സയിലേക്ക് മുന്നിട്ടപ്പോൾ ഇംതലഅ ഖൽബുഹു അവന്റെ ഹൃദയം നിറഞ്ഞു. ഫറഹൻ സന്തോഷത്താൽ, വസുറൂറൻ ആനന്ദത്താലും. അപ്പൊ അവൻ മസ്ജിദുൽ അഖ്സയിലേക്ക് മുന്നിട്ടപ്പോൾ അവന്റെ ഹൃദയം സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും നിറഞ്ഞു. സുമ്മ ദഖല പിന്നെ അവൻ പ്രവേശിച്ചു. അൽ മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ അഖ്സയിൽ പ്രവേശിച്ചു. വസല്ലാ ഫീഹി റകഅതൈനി അവിടെ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. പിന്നെ അവൻ മസ്ജിദുൽ അഖ്സയിൽ പ്രവേശിക്കുകയും അവിടെ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. തജവ്വല ബഅദ ദാലിക തജവ്വല അവൻ ചുറ്റിക്കറങ്ങി. ബഅദ ദാലിക അതിനുശേഷം. ഹൗലൽ മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും.
വശാഹദ ഖുബ്ബത്ത സഖറത്തി, വശാഹദ അവൻ സാക്ഷിയാകുകയും ചെയ്തു, അല്ലെങ്കിൽ അവൻ ദർശിക്കുകയും ചെയ്തു. ഖുബ്ബത്ത സഖറത്തി പച്ച കുബ്ബയെ, വൽ ആസാറ താരീഖിയ്യത്തിൽ ഉഖറ മറ്റു ചരിത്ര സ്മാരകങ്ങളും ദർശിക്കുകയും ചെയ്തു. അപ്പൊ എന്താ പറഞ്ഞത്? അതിനുശേഷം അവൻ മസ്ജിദുൽ അഖ്സക്ക് ചുറ്റും ചുറ്റിക്കറങ്ങി ഖുബ്ബത്തു സഖറയും മറ്റു ചരിത്ര സ്മാരകങ്ങൾ ദർശിക്കുകയും ചെയ്തു. വഫീ തിൽക്കൽ ലൈലത്തി, ആ രാത്രിയിൽ, അന്നത്തെ ദിവസത്തെ രാത്രിയിൽ, ഇജ്തമഅ അഅ്ലാഉൽ ഉസ്റത്തി കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ചുകൂടി, വതഹാവറു അവർ സംസാരിക്കുകയും ചെയ്തു, അൻ താരീഖിൽ മസ്ജിദിൽ അഖ്സ മസ്ജിദുൽ അഖ്സയുടെ ചരിത്രത്തെ കുറിച്ച്. അപ്പൊ എന്തേ പറഞ്ഞത്? അന്നേ ദിവസം രാത്രിയിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചുകൂടി മസ്ജിദുൽ അഖ്സയുടെ ചരിത്രത്തെ കുറിച്ച് പരസ്പരം സംസാരിക്കുകയും ചെയ്തു. ഇനി അടുത്തത് നുലാഹിദുൽ ജദ്വല, നമുക്ക് പട്ടിക ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ് പട്ടികയിലുള്ളത്? അൽ ഫീലു എന്ന് കൊടുത്തിട്ടുണ്ട്, കുറെ ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ വസ്നു, ആ ഓരോ ഫീലുകളും ഏത് വസ്നിനിക്കാണ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഹ്റഫു സിയാദത്തി, അധികമുള്ള ഹർഫുകളും കൊടുത്തിട്ടുണ്ട്. സുലാസി മുജറദിനേക്കാളും അധികമുള്ള ഹർഫുകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫീല് നോക്കാം. അഖ്ബല, ഈ അഖ്ബല എന്നുള്ളത് അഫ്അല വസ്നിനിക്കാണ്. അപ്പോ ഈ അഫ്അലയിൽ എന്താണ് അധികമുള്ളത്? ഏത് ഹർഫാണ് അധികമുള്ളത്? അൽ ഹംസത്തു, ഹംസയാണ് അതിൽ അധികമുള്ളത്. അടുത്തത് കല്ലമ, കല്ലമ എന്നുള്ളത് ഫഅല വസ്നിനിക്കാണ്. അതിൽ ഏതാണ് അധികമുള്ള ഹർഫ്? ഐനുൽ ഫീലാണ്. കല്ലമ എന്നുള്ളടത്ത് ഐനു ഫീലിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് വാഫഖ, ഫഅല, കണ്ടോ? വാഫഖ എന്നുള്ളത് ഫഅല വസ്നിക്കാണ്. എന്താണ് അധികമുള്ളത്? അൽ അലിഫു, അലിഫാണ് അധികമുള്ളത്. അടുത്തത് തശവ്വഖ, തഫഅല വസ്നി. എന്തൊക്കെയാണ് അധികമുള്ളത്? അത്താഉ, താഉം വഐനുൽ ഫീലി, ഐനു ഫീലും. അടുത്ത തഹാവറ, തഹാവറ എന്നുള്ളത് തഫഅല വസ്നി. അധികമുള്ള ഹർഫുകള് അത്താഉ വൽ അലിഫു, താഉം അലിഫും. അടുത്ത ഫീല് ഇജ്തമഅ, ഇഫ്താല വസ്നിക്കാണ്. അധികമുള്ള ഹർഫുകൾ അൽ ഹംസത്തു വത്താഉ, ഹംസയും താഉം. അടുത്ത ഇൻശറഹ, ഇൻശറഹ എന്നുള്ളത് ഇംഫഅല വസ്നാണ്. അധികമുള്ള ഹർഫുകൾ അൽ ഹംസത്തു വന്നൂൻ, ഹംസയും നൂനും. അടുത്ത ഇഖ്ലറ, ഇഖ്ലറ എന്നുള്ളത് ഇഫ്അല വസ്നാണ്. അധികമുള്ള ഹർഫുകൾ അൽ ഹംസത്തു വലാമുൽ ഫീലി, ഹംസയും ലാമു ഫീലും. അടുത്ത ഫീല് ഇസ്തഹ്സന, ഇസ്തഫ്അല വസ്നിക്കാണ്. അധികമുള്ള ഹർഫ് അൽ ഹംസത്തു വസ്സീനു വത്താഉ, ഹംസയും സീനും താഉ. അപ്പോ ഇത് വെച്ചിട്ടാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. അൽ ബഹ്സു, ചർച്ച അല്ലെങ്കിൽ വിശകലനം. കുല്ലു ഫീലിൻ ഫീ ഹാദൽ ജദ്വലി, ഈ പട്ടികയിലെ എല്ലാ ഫീലുകളും യസ്തമിലു അലാ അക്സറ മിൻ സലാസതി അഹ്റുഫിൻ, മൂന്നിൽ കൂടുതൽ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. മൂന്നിൽ കൂടുതൽ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. എന്താ പറഞ്ഞത്? ഈ പട്ടികയിലെ എല്ലാ ഫീലുകളും മൂന്നിൽ കൂടുതൽ ഹർഫുകൾ ഉൾക്കൊള്ളുന്നതാണ്. വലാകിൻ, പക്ഷേ, അൽ അഹ്റുഫുൽ അസ്ലിയത്തു മിൻഹാ, അതിലുള്ള അസ്ലിയായ ഹർഫുകൾ സലാസത്തുൻ, മൂന്നാകുന്നു. എന്താ പറഞ്ഞത്? അവയിലെ അടിസ്ഥാന അക്ഷരങ്ങൾ മൂന്നെണ്ണം മാത്രമാണ്. വഖദ് സീദ അലൈഹ, അതിന്റെ മേൽ അധികമാക്കപ്പെട്ടു. ഹർഫുൻ, ഒരു ഹർഫിനെ, ഔ ഹർഫാനി, അല്ലെങ്കിൽ രണ്ട് ഹർഫുകളെ, ഔ സലാസത്തു അഹ്റുഫിൻ, അല്ലെങ്കിൽ മൂന്ന് ഹർഫുകളെ. എന്താ പറഞ്ഞത്? അടിസ്ഥാന മൂന്ന് അക്ഷരങ്ങളെക്കാളും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അധികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചേർക്കപ്പെട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അടിസ്ഥാന മൂന്ന് അക്ഷരങ്ങളെക്കാൾ ഒന്നോ രണ്ടോ മൂന്നോ അധികമായി ഹർഫുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഫീലിൽ നിന്നുള്ള ഈ ഇനം ഹുവ, അത് അൽ ഫീലു സുലാസിയുൽ മസീദു ഫീഹി,
അത് സുലാസി മസീദ് ഫീഹിയായ ഫീലാകുന്നു. എന്താ പറഞ്ഞത്? ഇത്തരത്തിലുള്ള ഫീലുകളെയാണ് സുലാസി മസീദ് ഫീഹി എന്ന് പറയുന്നത്. അസ്ലിയായ 3 ഹർഫുകളേക്കാൾ 1 2 3 ഹർഫുകൾ അധികമുള്ള ഫീലുകൾക്കാണ് സുലാസി മസീദ് ഫീഹിയായ ഫീല് എന്ന് പറയുന്നത്. വലഹു അതിനിക്കുണ്ട്, അതായത് സുലാസി മസീദ് ഫീഹിക്കുണ്ട്. ഔസാനുൻ കസീറത്തുൻ ധാരാളം വസ്നുകളുണ്ട്. ഏതുപോലെ? കമാ ഫഹിംനാ മിനൽ ജദ്വലി പട്ടികയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ. അപ്പൊ പട്ടികയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇതിന് ധാരാളം രൂപങ്ങളുണ്ട്, വസ്നുകളുണ്ട്. അപ്പൊ ഈ പാഠത്തിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് സുലാസി മസീദ് ഫീഹിയെ കുറിച്ചാണ്. അപ്പൊ എന്താണ് സുലാസി മസീദ് ഫീഹി എന്ന് പറഞ്ഞാൽ അത് പറയാണ്, ശരിക്ക് പഠിച്ചോളി. അസുലാസിയുൽ മസീദ് ഫീഹി, സുലാസി മസീദ് ഫീഹി എന്ന് പറഞ്ഞാൽ ഹുവ അത് അൽ ഫീലു ഒരു ഫീലാകുന്നു. അല്ലദീ എങ്ങനത്തെ ഫീലാണ്? സീദ ഫീഹി അതിൽ അധികമാക്കപ്പെട്ടു, ഹർഫുൻ ഒരു ഹർഫിനെ, ഔ അക്സറു അല്ലെങ്കിൽ ഒന്നിനേക്കാൾ അധികരിച്ച ഹർഫുകളെ. എന്തിനേക്കാളും? അലാ അഹ്റുഫിൽ അസ്ലിയത്തി സലാസത്തി അസ്ലിയായ 3 ഹർഫുകളേക്കാൾ. അപ്പൊ എന്താ പറഞ്ഞത്? അടിസ്ഥാനമായ അല്ലെങ്കിൽ അസ്ലിയായ 3 ഹർഫുകളേക്കാൾ 1 അതിലധികമോ അക്ഷരങ്ങൾ അധികമായി ചേർക്കപ്പെട്ട ഫീലുകളാണ് സുലാസി മസീദ് ഫീഹി. അപ്പൊ സുലാസി മസീദ് ഫീഹി എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പഠിച്ചു. ഒന്നും കൂടി, അടിസ്ഥാനമായ 3 അക്ഷരങ്ങൾക്ക് പുറമെ 1 അതിലധികമോ അക്ഷരങ്ങൾ അധികമായി ചേർക്കപ്പെട്ട ഫീലുകളാണ് സുലാസി മസീദ് ഫീഹി. ലിസുലാസിയൽ മസീദ് ഫീഹി സുലാസി മസീദ് ഫീഹിക്കുണ്ട് ഔസാനുൻ കസീറത്തുൻ ധാരാളം രൂപങ്ങളുണ്ട്, വസ്നുകളുണ്ട്. മിൻഹ അതിൽപ്പെട്ടതാണ്. അപ്പൊ എന്താ പറഞ്ഞത്? സുലാസി മസീദ് ഫീഹിക്ക് ധാരാളം രൂപങ്ങളുണ്ട്, അവയിൽപ്പെട്ടതാണ്. അപ്പൊ അവയിൽ ചിലത് താഴെ പറയുന്നുണ്ട്. എന്തൊക്കെ പറയണത്? അഫ്അല, ഫഅല, ഫഅല, തഫഅല, തഫഅല, ഇഫ്തഅല, ഇംഫഅല, ഇഫ്അല്ല, ഇസ്തഫഅല. ഇതിന്റെ പിന്നെ മുളാരിയും കൂടി വേണം. അപ്പൊ എങ്ങനെ അതിന്റെ മുളാരി ഉണ്ടാകുക? അഫ്അല യുഫ്ഇലു. എങ്ങനെ ഉണ്ടാകുക? അഫ്അല യുഫ്ഇലു, ഫഅല യുഫഇലു, ഫഅല യുഫഇലു, തഫഅല യതഫഅലു, തഫഅല യതഫഅലു, ഇഫ്തഅല യഫ്തഇലു, ഇംഫഅല യംഫഇലു, ഇഫ്അല്ല യഫ്അല്ലു, ഇസ്തഫഅല യസ്തഫഇലു. ഇതൊക്കെയാണ് അതിന്റെ മാദി മുളാരി. അടുത്തതിന് തദ്രീബാത്ത്. തദ്രീബാത്തിൽ ഒന്നെന്താ? നുലാഹിളു വസ്നൽ മാളി വൽ മുളാരിഇ മിനസ് സുലാസിയൽ മസീദ് ഫീഹി. എന്താ പറഞ്ഞത്? സുലാസി മസീദ് ഫീഹിയുടെ മാളി മുളാരിഇ എന്നിവയുടെ രൂപങ്ങൾ നമുക്ക് നിരീക്ഷിക്കാം. അതായത് വസ്നുകൾ നമുക്ക് എന്ത് ചെയ്യാം? നിരീക്ഷിക്കാം. അൽ ഫീലു എന്ന് പറഞ്ഞിട്ട് ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. അൽ വസ്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ വസ്നുകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാളി വസ്നു പറയുമ്പോൾ അതിന്റെ മാളി മുളാരിയും പറയുന്നുണ്ട്. അപ്പൊ ഫീല് നോക്കാം. ഫീലിന്റെ മാളി മുളാരിയും പറഞ്ഞിട്ട് അതിന്റെ വസ്നു പറയാം. അപ്പൊ മാളി അഖ്ബല അതിന്റെ മുളാരി യുഖ്ബിലു എന്നുണ്ടാകുക. അപ്പൊ അത് ഏത് വസ്നിക്കാണ്? അഫ്അല യുഫ്ഇലു. അടുത്തത് കല്ലമ അതിന്റെ മുളാരി യുകല്ലിമു, അതിന്റെ വസ്ന് ഫഅല യുഫഇലു. അടുത്തത് വാഫഖ മുളാരി യുവാഫിഖു, ഇതിന്റെ വസ്നോ ഫഅല യുഫഇലു. അടുത്തത് തശവ്വഖ യതശവ്വഖു, വസ്ന് തഫഅല യതഫഅലു. അടുത്തത് തഹാവറ മുളാരി യതഹാവറു, ഏതാ വസ്ന്? തഫഅല യതഫഅലു. അടുത്ത ഇജ്തമഅ യജ്തമഉ, ഇഫ്തഅല യഫ്തഇലു ബാബ്. അടുത്ത ഇൻശറഹ യൻശരിഹു, ഇൻഫഅല യൻഫഇലു. അടുത്തത് ഇഖ്ലറ യഖ്ലറു, ഇഫ്അല്ല യഫ്അല്ലു.
ഇസ്തഹ്സന യസ്തഹ്സിനു, വസ്ന് ഇസ്തഫ്അല യസ്തഫ്ഇലു. ഇനി അടുത്തത് രണ്ടാമത്തത് നക്തശിഫു ഔസാനൽ അഫ്ആലി താലിയത്തി വനുകമ്മിലുൽ ഖാനത കമാ ഫിൻ നമൂദജി. താഴെ നൽകിയിട്ടുള്ള ഫേലുകളുടെ രൂപങ്ങൾ നമുക്ക് കണ്ടെത്താം, വസ്നുകൾ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താം. ഉദാഹരണത്തിൽ നൽകിയിട്ടുള്ളത് പോലെ കോളങ്ങൾ പൂരിപ്പിക്കുകയും ചെയ്യാം. അൽ ഫേലു ഏതൊക്കെയാണ് ഫേല്? അക്രമ യുക്രിമു, മാലി മുദാരി, അക്രമ യുക്രിമു. അതിന്റെ വസ്ന എങ്ങനെ ഉണ്ടാവുക? അഫ്അല യുഫ്ഇലു. അടുത്തത് ഹദ്ദസ, അതിന്റെ മുദാരി നമ്മൾ കണ്ടെത്തണം. യുഹദ്ദിസു ഏതാണ് വസ്നപ്പോ? ഫഅല യുഫഇലു. അടുത്തത് മുദാരി തന്നിട്ടുണ്ട് യുശാരിഖൂൻ, അപ്പൊ അതിന്റെ മാലി വേണം. അപ്പൊ ഷാറക യുശാരിഖു, ഫഅല യുഫഇലു വസ്ൻ. അടുത്തത് തഖദ്ദമ യതഖദ്ദമു, വസ്നിൽ മാലി തന്നിട്ടില്ല, മുദാരി ഉണ്ട്. അപ്പൊ മാലി എങ്ങനെ ഉണ്ടാകുക? തഫഅല, തഫഅല യതഫഅലു. അടുത്തത് തസാബഖ യതസാബഖു, തഫഅല എന്ന് മാലി തന്നിട്ടുണ്ട്, ഇനി അതിന്റെ മുദാരി എഴുതണം. അപ്പൊ എങ്ങനെ എഴുതുക? യതഫഅലു, തഫഅല യതഫഅലു. അടുത്ത യംതലഅ യംതലിഉ, വസ്ന എഴുതുമ്പോ മാലി കൊടുക്കണം. ഇഫ്തഅല യഫ്തഇലു. അടുത്തത് യംഫതിഹു എന്ന് മുദാരി തന്നിട്ടുണ്ട്, അതിന്റെ മാലി ഇംഫതഹ. അപ്പൊ ഏത് വസ്നേകാരം? ഇംഫഅല യംഫഇലു വസ്ന. അടുത്ത യഹ്മറ എന്ന് തന്നിട്ടുണ്ട്, അതിന്റെ മുദാരി കണ്ടെത്തണം. യഹ്മറു വസ്നോ ഇഫ്അല്ല യഫ്അലു. അടുത്ത യസ്തഖ്രിജു എന്ന് തന്നിട്ടുണ്ട്, മുദാരി തന്നിട്ടുണ്ട്, മാലി കണ്ടെത്തണം. അപ്പൊ ഇസ്തഖ്റജ യസ്തഖ്രിജു ഏതാ വസ്ന? ഇസ്തഫഅല യസ്തഫഇലു. അടുത്ത മൂന്നാമത്തെ നുമയ്യിസ് ബൈനൽ അഫ്ആലി സുലാസിയത്തിൽ മുജറദത്തി വൽ അഫ്ആലി സുലാസിയത്തിൽ മസീദി ഫീഹാ. സുലാസി മുജറദായ ഫീലുകൾ, അതുപോലെ തന്നെ സുലാസി മസീദ് ഫീഹിയായ ഫീലുകൾ എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വേർതിരിക്കാം. അപ്പൊ കുറെ ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫരിഹ, ജാഹദ, അല്ലമ, ദഖല, ഇൻസറഫ, നസ്വറ, ഖറുബ, അഹ്സന. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? തുലാസി മുജറദിനെയും തുലാസി മസീദ് ഫീഹിയെയും എന്ത് ചെയ്യണം? വേർതിരിക്കണം. അപ്പൊ തുലാസിൽ മുജറദ് എന്നുള്ളിടത്ത് തുലാസി മുജറദിനെ എടുത്ത് എഴുതണം. 3 ഹർഫ് മാത്രമുള്ള ഫീലുകൾ മനസ്സിലാകുമല്ലോ നോക്കിയാല്. ഫരിഹ, ദഖല, നസ്വറ, ഖറുബ, ഇതൊക്കെയാണ് തുലാസിയായ ഫീലുകൾ. അസ്ലിയായ 3 ഹർഫുകൾ മാത്രമുള്ള ഫീലുകൾക്കാണ് തുലാസി മുജറദ് എന്ന് പറയുക എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അടുത്തത് അസുലാസിൽ മസീദ് ഫീഹി ഏതൊക്കെ ഉണ്ടാകുക? ജാഹദ, അല്ലമ, ഇൻസറഫ, അഹ്സന. ഇതിലൊക്കെ എന്തുണ്ട്? 3 ഹർഫിനേക്കാളും ഓരോ ഹർഫുകൾ എന്തുണ്ട്? അധികമുണ്ട്. ഇനി നാലാമത്തെ നതഅറഫു മസാദിറൽ ഔസാനി സുലാസിയത്തിൽ മസീദ് ഫീഹാ. തുലാസി മസീദ് ഫീഹിയുടെ വസ്നുകളുടെ മസ്തറുകളെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഒരു ഭാഗത്ത് എന്തുണ്ട്? ഒരു സൈഡിൽ അൽ ഔസാനു എന്നുണ്ട്, വസ്നുകളുണ്ട്. അതിന്റെ ഉദാഹരണമാണ് അൽ അംസിലത്തു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അഫ്അല യുഫ്ഇലു, ഇനി അതിന്റെ മസ്തർ ഇഫ്ആലുൻ എന്നുണ്ടാകുക. അപ്പൊ അഫ്അല യുഫ്ഇലു ഇഫ്ആലുൻ. ഇനി അതിനൊരു ഉദാഹരണം അഖ്ബല യുഖ്ബിലു ഇഖ്ബാലുൻ. അടുത്ത ഫഅല യുഫഇലു തഫ്ഈലുൻ. അതിന്റെ ഉദാഹരണം കല്ലമ യുകല്ലിമു തക്ലീമുൻ. അടുത്തത് ഫഅല യുഫാഇലു, അവിടെ 2 മസ്തർ വരും. മുഫാഅലത്തുൻ എന്നും വരും, ഫിആലുൻ എന്നും വരും. അപ്പൊ ഫഅല യുഫാഇലിനു 2 രൂപത്തിൽ മസ്തർ വരും. മുഫാഅലത്തുൻ എന്നും വരും, ഫിആലുൻ എന്നും വരും. അപ്പൊ ഇനി അതിന്റെ ഉദാഹരണം വാഫഖ യുവാഫിഖു, മുവാഫഖത്തുൻ എന്നുണ്ടാകും, വിഫാഖുൻ എന്നുണ്ടാകും. അടുത്തത് തഫഅല യതഫഅലു തഫഉലുൻ, തശവ്വഖ യതശവ്വഖു തശവ്വുഖുൻ. ഇനി അതിന്റെ ബാക്കിയൊക്കെ അങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ പഠിക്കുക. ഇനി അടുത്തത് അഞ്ചാമത്തത് നുകമ്മിലുൽ ജുമല താലിയത ബിവളഇ ഫീലിൻ തുലാസിയിൻ മസീദിൻ ഫീഹി മുനാസിബിൻ മിമ്മാ ബൈനൽ ഖൗസൈനി.
ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ളവയിൽ നിന്ന് അനുയോജ്യമായ ഒരു തുലാസി മസീദ് ഫീഹി ചേർത്ത് താഴെ നൽകിയിട്ടുള്ള വാചകങ്ങൾ പൂർത്തിയാക്കാം. എന്തൊക്കെയാണ് ബ്രാക്കറ്റിലുള്ളത്? സാഫറ എന്നുണ്ട്, അൻസല, അല്ലമ, തഅല്ലമ, ഇതൊക്കെയാണ് ബ്രാക്കറ്റിലുള്ളത്. അപ്പൊ ഇനി ഒന്നാമത്തത് ഡാഷ് അല്ലാഹുൽ ഖുർആന. അപ്പൊ അള്ളാഹു ഖുർആനിനെ എന്താ ചെയ്തത്? ഇറക്കി എന്നാ പറയേണ്ടത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അൻസല ചേർത്ത് കൊടുക്കണം. അപ്പൊ അൻസലല്ലാഹുൽ ഖുർആന. അടുത്തത് ഡാഷ് അൽ മുഅല്ലിമു തിൽമീദ. മുഅല്ലിമു തിൽമീദിനെ എന്താ ചെയ്യാ? പഠിപ്പിക്കുക ചെയ്യാ. പഠിപ്പിച്ചു എന്ന് പറയണം. അപ്പൊ എന്ത് വേണം? അല്ലമ എന്ന് ചേർത്തി കൊടുക്കണം. അല്ലമൽ മുഅല്ലിമു അത്തിൽമീദ. അടുത്തത് ഡാഷ് അൽ അബു ഇലാ മക്കത്ത. വാപ്പ മക്കയിലേക്ക് യാത്ര പോയി എന്നാ വേണ്ടത്. അപ്പൊ അതിനെന്താ യാത്ര പോയി എന്നുള്ളതിനുള്ളത് ഫീൽ ഏതാണ്? സാഫറ എന്നുള്ളതാണ്. അപ്പൊ സാഫർ അൽ അബു ഇലാ മക്കത്ത, വാപ്പ മക്കയിലേക്ക് യാത്ര പോയി. അടുത്തത് ഡാഷ് അത്തലാമീദുൽ ലുഗത്തൽ അറബിയ. വിദ്യാർത്ഥികൾ അറബി ഭാഷ പഠിച്ചു എന്നാ വേണ്ടത്. അപ്പോ എന്ത് വേണം? തഅല്ലമ എന്ന് എഴുതി കൊടുക്കണം. തഅല്ലമത് തലാമീദുൽ ലുഗത്തൽ അറബിയ്യത. വിദ്യാർത്ഥികൾ അറബി ഭാഷ പഠിച്ചു. ആറാമത്തത് നക്തശിഫുൽ അഫ്ആല തുലാസിയത്തൽ മസീദ ഫീഹാ മിനൽ ആയാത്തി താലിയത്തി വനുകമ്മിലുൽ ഫറാഗ കമാ ഫിൻ നമൂദജി. താഴെ നൽകിയിട്ടുള്ള ആയത്തുകളിൽ നിന്ന് തുലാസി മസീദ് ഫീഹി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താം. എന്നിട്ട് ഉദാഹരണത്തിൽ നൽകിയിട്ടുള്ളത് പോലെ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുകയും ചെയ്യാം. എന്തൊക്കെയാണ് ആയത്തുകൾ ഉള്ളത്? സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി എന്നുള്ളതാണ്. അപ്പൊ അതിൽ തുലാസി മസീദ് ഫീനെ കണ്ടെത്തണം. അതേതാണ്? സബ്ബഹ എന്നാണ്. ഇനി അത് ഏത് വസ്നിക്കാണ്? ഫഅല. ഇനി അതുപോലെ മറ്റുള്ള ആയത്തുകളൊക്കെ നമ്മൾ കണ്ടെത്തണം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. അതിൽ ഏതാണ് ഫീൽ? തുലാസി മസീദ് ഫീ ആയുള്ള ഫീൽ ഏതാ? അൻസല എന്നുള്ളതാണ്. അത് ഏതേക്കാരം വസ്ന്? അഫ്അല വസ്നിക്കാണ്. അടുത്ത തബാറക്കല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജ. അതിൽ തുലാസി മസീദ് ഫീഹി ആയുള്ള ഫീൽ തബാറക എന്നാണ്. തബാറക ഏത് വസ്നിക? തഫഅല വസ്നിക്കാണ്. അടുത്തത് ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആനി. അതിലേതാ? തുലാസി മസീദ് ഫീഹി തയസ്സറ എന്നുള്ളതാണ്. തയസ്സറ എന്നുള്ളത് തഫഅല വസ്നിക്കാണ്. ഇനി അടുത്തത് വ ഇദൻ നുജൂമുൻ ഖദറത്. അതിലുള്ള തുലാസി മസീദ് ഫീഹി ഇൻഖദറ എന്നുള്ളതാണ്. അതേതാ വസ്ന്? ഇംഫഅല. ഇനി അടുത്തത് അൽ മുഅ്ജമു. പാഠഭാഗത്തുള്ള പ്രധാന പദങ്ങളും അതിന്റെ അർത്ഥങ്ങളും. അപ്പോ ക്ലാസ് ശരിക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പല ആവർത്തി കേട്ട് ശരിക്കും മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.